പോലെ മെഡിക്കൽ ഫീൽഡ് ബെസ്റ്റ് ആണോ? പക്ഷെ മെഡിക്കൽ ഫീൽഡ് ഏറ്റവും ഒരു പ്ലസ് പോയിന്റ് എന്താണെന്നറിയോ? കുറച്ച് റെസ്പെക്ട് ഒക്കെ കിട്ടുന്ന ജോലിയാട്ടോ. എന്തായാലും നിങ്ങളുടെ ഇഷ്ടത്തിനാണ് എടുക്കുന്നതെങ്കിൽ ഓക്കെ, പക്ഷെ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനാണെങ്കിൽ യു വിൽ റിഗ്രറ്റ് സീരിയസ്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെന്റെ രണ്ടാമത്തെ ലോങ് വീഡിയോ ആണെന്ന് തോന്നുന്നു. എനിക്കിപ്പോഴും നിങ്ങൾക്കറിയാം, എനിക്ക് അധികം ക്യാമറ എവിടെ നോക്കണം എന്ന് അറിയില്ല. ആ ഒരു കാര്യം നിങ്ങളൊന്ന് ക്ഷമിക്കാട്ടോ. പിന്നെ പോരാത്ത നമുക്കറിയാം, പാലക്കാട് അത്രയും നല്ല ചൂടാണ്. ഈ ചൂടത്ത് ഫാൻ പോലും ഞാൻ ഇടുന്നില്ല, കാരണം സൗണ്ട് ഡിസ്റ്റർബ് പോകുമെന്ന് കരുതിയിട്ട്. സോ നിങ്ങൾ കുറച്ചൊന്ന് ക്ഷമിക്കുക. കുറച്ച് ഇങ്ങനത്തെ കലാപരിപാടികളൊക്കെ നിങ്ങൾ ഇടയ്ക്ക് കാണുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ അടുത്ത് ഒരുപാട് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേര് കുട്ടികൾ മെസ്സേജ് ചോദിക്കുന്നുണ്ട്, ചേച്ചി മെഡിക്കൽ ഫീൽഡ് അല്ലേ? അപ്പൊ മെഡിക്കൽ ഫീൽഡ് തന്നെ ചേച്ചി ഒരുപാട് പേര് നല്ലതും പറയുന്നുണ്ട്, ഒരുപാട് പേര് ദോഷവും പറയുന്നുണ്ട്. എനിക്ക് അറിയത്തില്ല ഏത് കോഴ്സ് എടുക്കണം എന്നുള്ളൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടെന്ന് ചോദിച്ചിട്ട് ഒരുപാട് സ്റ്റുഡൻസ് എനിക്ക് DM ചെയ്യാറുണ്ട്. കുറച്ചു പേർക്ക് ഞാൻ റിപ്ലൈ കൊടുത്തു, പക്ഷെ എന്നാലും ഒരുപാട് മെസ്സേജസ് വരുന്നതുകൊണ്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ മെയിൻ ആയിട്ട് ഈ ഒരു വീഡിയോ എടുക്കുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിൻ ആയിട്ട് പറയുന്നത്, ആഫ്റ്റർ +2 മെഡിക്കൽ ഫീൽഡ് നല്ലൊരു ഓപ്ഷൻ ആണോ, എടുക്കുകയാണെങ്കിൽ തന്നെ അതിൽ കുറച്ച് മെറിറ്റ്സും ഉണ്ട്, ഡിമെറിറ്റ്സും ഉണ്ട്. അപ്പൊ എല്ലാം ഞാൻ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ ഒരിക്കലും ഒരാൾ പറയുന്നത് കേട്ടിട്ടല്ല, എന്റെ ഓൺ എക്സ്പീരിയൻസ് ആണ്. എന്നെ അറിയുന്ന കുറച്ച് പേർക്കിനും അറിയാം, ഞാനൊരു മെഡിക്കൽ ഫീൽഡ് ആണ്. ഏകദേശം ഇപ്പൊ 5th ഇയർ ആയിട്ട് നിൽക്കുകയാണ്. അത് ബേസ് റേഡിയോളജിയാണ് ഞാൻ പഠിച്ചത്. അപ്പൊ ഞാൻ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് കോഴ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ എന്റെ ജോലിയിലോട്ട് കയറാൻ പോകട്ടോ. അപ്പൊ എനിക്കറിയുന്ന കുറച്ച് എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് കുറച്ച് സ്റ്റോറീസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. അപ്പൊ ആരും സ്കിപ്പ് ചെയ്ത് ഫുൾ ആയിട്ട് കാണാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഐഡിയ ഉണ്ടാവും, ഏത് കോഴ്സ് എടുക്കുന്നുള്ള ഐഡിയ ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പൊ എനിക്ക് ആദ്യം വന്നൊരു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുട്ടി ചോദിച്ചത്, ചേച്ചി നഴ്സിംഗ് അല്ലാതെ അല്ലെങ്കിൽ MBBS അല്ലാതെ പിന്നെ ഏതൊക്കെ കോഴ്സസ് ആണ് നമ്മൾക്ക് വരുന്നത്, മെഡിക്കൽ ഫീൽഡിൽ വരുന്നത് ചോദിച്ചു. ശരിയാണ്, നമുക്ക് നഴ്സിംഗും അതുപോലെ തന്നെ ഡോക്ടർ മാത്രമല്ല, അതിൻ്റെ ഒരുപാട് പാരാമെഡിക്കൽ കോഴ്സസ് ഉണ്ട്. BPT ഉണ്ട്, അതായത് ഫിസിയോതെറാപ്പി ഉണ്ട്, ഫാർമസി ഉണ്ട്. ലൈക്ക് ഈ അലൈഡിൽ തന്നെ പല തരത്തിലുള്ള അലൈഡ് കോഴ്സസ് ഉണ്ട് കേട്ടോ. ഞാൻ അതിലൊന്നാണ് ഞാൻ എടുത്ത റേഡിയോളജി. അതിൽ തന്നെ ലാബ് ടെക്നീഷ്യൻ ഉണ്ട്, OT ടെക്നീഷ്യൻ ഉണ്ട്, പിന്നെ ഏതാ ഒപ്റ്റോമെട്രി ഉണ്ട് കേട്ടോ, പെർഫ്യൂഷൻ ഉണ്ട്. അപ്പൊ ഈ അലൈഡ് കോഴ്സസ് ഒക്കെ നല്ലതാണോ എന്ന് ചോദിച്ച ഒരു കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അലൈഡ് കോഴ്സ് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല്, ലൈക്ക് നമുക്ക് പെട്ടെന്ന് ഒരു ജോലി കിട്ടും. നമുക്കറിയാം പ്രൊഫഷണൽ കോഴ്സ് ആണല്ലോ, അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു ജോലി കിട്ടും. പക്ഷെ അതിലൊരുപാട് ഡിമെറിറ്റ്സ് ഉണ്ട് സത്യത്തിൽ. എനിക്കതൊരു ഇപ്പോഴാണ് ശരിക്കും ആ കോഴ്സ് എടുത്തതിനെ പറ്റി റിഗ്രറ്റ്. നമുക്കറിയാം, ഈ ഒരു കോഴ്സ് 3 വർഷത്തെ കോഴ്സും 1 വർഷത്തെ ഇന്റേൺഷിപ്പ് ആണ് ഈ വരുന്ന അലൈഡ് കോഴ്സസിനെല്ലാം വരുന്നത്. ഒരു BSc ആണ്, ഡിഗ്രി ആണ്, പക്ഷെ 3 വർഷത്തെ അതേപോലെ തന്നെ 3 വർഷത്തെ കോഴ്സും 1 വർഷത്തെ ഇന്റേൺഷിപ്പ് ആണ്. അപ്പൊ ഈ ഇന്റേൺഷിപ്പ് കഴിയുമ്പോഴാണ് ശരിക്കും നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ആവുന്നത്. ഈ ഒരു 4th ഇയർ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ശരിക്കും സ്റ്റഡി ഇയർ ആയിട്ട് തന്നെയാണ് അവർ കണക്കാക്കുന്നത്. അപ്പൊ മൊത്തം 4 വർഷത്തെ കോഴ്സാണ് ഇത്. അപ്പൊ ഈ 4 വർഷം നമ്മൾ പഠിച്ചു കഴിഞ്ഞ് നമ്മളൊരു ജോലിയിലോട്ട് കയറുന്ന സമയത്ത് നമുക്ക് ഒന്നാമത് അറിയാം, ഹോസ്പിറ്റലിന് നഴ്സിംഗിനേക്കാളും കുറവായിരിക്കുമല്ലോ പാരാമെഡിക്കൽ സ്റ്റാഫ്സിന് എടുക്കുന്നത്. നമുക്ക് നോർമലി അറിയാം, ഒരു ഹോസ്പിറ്റലാകുമ്പോൾ ഒരു റേഡിയോളജി ചിലപ്പോൾ 1-2 ആയിരിക്കും ഉണ്ടാവുക, ലാബ് ആണെങ്കിലും 1-2 ആയിരിക്കും ഉണ്ടാവുക, ഒപ്റ്റോമെട്രിസ്റ്റ് ആണെങ്കിലും 1-2 ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അതിനനുസരിച്ചുള്ള വാക്കൻസീസ് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ അവർ നമ്മൾ എടുക്കത്തുള്ളൂ. അപ്പൊ എന്താ പറയുക, നഴ്സസ് എന്ന് പറയുമ്പോൾ പട്ടിപ്പണി ആണെങ്കിലും എന്താ പറയാ, കൂടുതൽ അവർക്ക് സ്കോപ്പും വാക്കൻസീസും കൂടുതലാണ്. അതുകൊണ്ട് അവർക്ക് ജോബ് കിട്ടുന്നുള്ള ഒരു 100% ഉറപ്പാണ്. പക്ഷെ നമ്മുടെ അലൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല കോഴ്സും കാര്യങ്ങളൊക്കെ ആണ്, പക്ഷെ നമ്മൾ പഠിക്കുന്ന സമയത്തുള്ള എഫേർട്ടും കാര്യങ്ങളൊന്നും ജോലി കിട്ടി കഴിഞ്ഞാൽ ഉണ്ടാവില്ല. സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നത്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ പഠിക്കുന്ന സമയത്തുള്ള ഹാപ്പിനെസ്സും ചില്ലും കാര്യങ്ങളൊന്നും പഠിച്ചു കഴിഞ്ഞാൽ ഈ മെഡിക്കൽ ഫീൽഡ് ഒരിക്കലും ഉണ്ടാവില്ല. കാരണം പഠിക്കുന്ന സമയത്ത് കോളേജ് ഡിപ്പെൻഡഡ് ആണത്, പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ കോളേജായിട്ട് ഒരു ബന്ധമില്ല നമുക്ക്. ഫുള്ളി എന്താ പറയാ, ഹോസ്പിറ്റല് കാര്യങ്ങള്, അവിടെ ഉണ്ടാവുന്ന പല ടൈപ്പ് ഓഫ് പേഷ്യൻസിനെ നമ്മൾ കാണണം. ലൈക്ക് പേഷ്യൻസ് അറ്റൻഡർ നമ്മളോട് ചീത്ത പറയും, അത് നമ്മൾ കേൾക്കണം. പേഷ്യൻസ് നമ്മളോട് ഷൗട്ട് ചെയ്യും, അത് നമ്മൾ കേൾക്കണം. നമ്മുടെ മേലുദ്യോഗസ്ഥന്മാർ, അതായത് സീനിയേഴ്സ് നമ്മൾ പലതും പറയും, അത് നമ്മൾ കേൾക്കണം. പല തരത്തിലുള്ള സ്ട്രെസ്, ഡിപ്രഷൻസ് എല്ലാം നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും ഒരു മെഡിക്കൽ ഫീൽഡ് ആവുന്ന സമയത്ത്. ഇപ്പൊ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഇപ്പൊ കയറി തന്നെ വിചാരിക്കും, നമുക്ക് എവിടെയെങ്കിലും കിട്ടി ഒരു വാക്കൻസി എവിടെ നമുക്ക് കിട്ടിയാലും സ്റ്റാർട്ടിംഗ് സാലറി ചില ഹോസ്പിറ്റലിൽ മാത്രമേ 20 above ഉള്ളൂ. ഒട്ടുമിക്ക ഹോസ്പിറ്റലിലും 18 അല്ലെങ്കിൽ 16 ഒക്കെയാണ് തുടക്കത്തിൽ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഓക്കെ ആണ്, അത് കുഴപ്പമില്ലല്ലോ വിചാരിക്കും. പക്ഷെ ഒരിക്കലും അങ്ങനെ നമ്മൾ ചെയ്യുന്ന ജോലി അത്രയും ഹാർഡ് വർക്കായിട്ട് ചെയ്യുന്ന ഒരു ജോലിയാണ്. പോരാതെ നൈറ്റ് ഡ്യൂട്ടി കൂടെ വരുന്നുണ്ട്. നമ്മൾ ശരിക്കും നമ്മൾ കാണുന്നതൊന്നും അല്ല റിയാലിറ്റി, നമ്മൾ അനുഭവിക്കണം. അപ്പോഴേ നമുക്ക് അതിന്
പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ. ശരിക്കും 16 18 എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ സാലറിയാണ്. നിങ്ങൾ ഈ 4 വർഷം ഒട്ടുമിക്ക കുട്ടികൾ നമുക്കറിയാം അലൈഡ് കോഴ്സസും അല്ലെങ്കിൽ നഴ്സിംഗ് ഒക്കെ എടുക്കുന്നത് കേരളത്തിന്റെ പുറത്ത് പോയിട്ട് തന്നെയാണ്. നമുക്കറിയാം അത് ഓക്കെ, അത് ഒന്നും പറയുന്നില്ല, പുറത്ത് പോയിട്ടാണ് എടുക്കുന്നത്. പക്ഷെ അതും 6-7 ലക്ഷം മുടക്കിയിട്ടാണ് നിങ്ങൾ ഇവിടെ പഠിക്കാൻ വരുന്നത് അല്ലെ. അപ്പൊ അതിന് അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് 25 എങ്കിലും കിട്ടണ്ടേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാലറി ബേസിസ് ആണെന്നുണ്ടെങ്കിൽ ശരിക്കും അലൈഡ് കോഴ്സസ് അത്ര നല്ലതല്ല, വേർത്തല്ലാന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾ പുറത്ത് പോയി, അതായത് ഇന്ത്യയുടെ പുറത്തൊക്കെ പോയി എക്സാം ഒക്കെ എഴുതി പുറത്ത് പോയി അവിടെ നിന്ന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങളുടെ ലൈഫ് സെറ്റിൽഡ് ആണ്. പക്ഷെ അവിടെയും റെസ്ട്രിക്ഷൻസ് ഉണ്ട്, എല്ലാവർക്കും കിട്ടണമെന്നില്ല ഓപ്പർച്യൂണിറ്റി. പിന്നെയാണ് ചോദിക്കുന്നത് ചേച്ചി ബാംഗ്ലൂർ എങ്ങനെയാണ് മെഡിക്കൽ ഫീൽഡ് എടുക്കുന്നതിനെ പറ്റി അഭിപ്രായം എന്ന് ചോദിച്ചു. നമുക്കറിയാം ബാംഗ്ലൂർ വന്ന് പഠിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഒട്ടുമിക്ക ഇപ്പൊ ഞാനാണെങ്കിൽ ബാംഗ്ലൂരിൽ പഠിച്ചത്, ഹോസ്റ്റൽ ലൈഫായിരുന്നു എനിക്ക് 4 വർഷം. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഞാൻ ഇപ്പോൾ ഭയങ്കര ഇൻഡിപെൻഡന്റ് ആണ്. മനസ്സിലായി, എവിടെ പോകാനാണെങ്കിലും എൻ്റെ ഓൺ ഒപ്പീനിയൻ പറയാനാണെങ്കിലും എന്തൊരു കാര്യം ചെയ്യാനാണെങ്കിലും ഞാൻ സ്വയമായിട്ടൊരു തീരുമാനം എടുത്ത് ചെയ്യാറാണ്. ഓക്കെ, അങ്ങനത്തെ കുറച്ച് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സമയത്ത്. പക്ഷെ ബാംഗ്ലൂർ ഞാൻ എപ്പോഴും പറയാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം. ഭയങ്കര ചൂടായിട്ട് നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. ലൈക്ക് പാലക്കാട് നമുക്ക് അറിയാം, പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഞാൻ സൗണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ കൂളറും ഉണ്ട്, അതുപോലെ തന്നെ ഫാനും ഉണ്ടാവുന്ന വിടാത്ത സൗണ്ട് ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾ കുറച്ചൊന്ന് ക്ഷമിക്കുക. പിന്നെ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ എടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടത്തോടെയാണ്, നിങ്ങൾ പാഷനായിട്ടാണ് മെഡിക്കൽ ഫീൽഡ് എടുക്കുന്നുണ്ടെങ്കിൽ അതൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും. പക്ഷെ മറ്റുള്ളവരുടെ ഒപ്പീനിയൻ കേട്ടിട്ടാണ് നിങ്ങൾ വന്ന് എടുക്കുന്നുണ്ടെങ്കിൽ അത് വളരെ വേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ എന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഞങ്ങൾ +2 ഏകദേശം കൊറോണ ബാച്ച് ആയിരുന്നു. അന്ന് ഞങ്ങൾക്കൊന്നും ഈ ഫോൺ എന്ന് പറഞ്ഞ സാധനമേ ഉണ്ടായിരുന്നില്ല. ആരൊക്കെ എന്തൊക്കെയാ പറയുന്നു, പെട്ടെന്ന് ജോലി കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് എന്താ പറയാ, എല്ലാവരും ഒട്ടുമിക്ക ആളുകൾ അങ്ങനെ തന്നെയാണ് ബാംഗ്ലൂരൊക്കെ പോയി മെഡിക്കൽ ഫീൽഡ് എടുത്ത് പെട്ടിട്ടുള്ളവര്. അപ്പൊ എനിക്ക് അങ്ങനെ ഇനി ആ ഒരു തരത്തിലുള്ള ആരും ഉണ്ടാവരുത്. കാരണം ഞങ്ങളെന്ന് വെച്ചാൽ പറഞ്ഞാൽ ആരും ഉണ്ടായിരുന്നില്ല, ഗൈഡ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. അന്ന് ഞങ്ങൾക്ക് ഫോൺ നോക്കണം എന്നുള്ളൊരു മെന്റാലിറ്റി പോലും ഉണ്ടായിരുന്നില്ല ഇത് കോഴ്സ് എടുക്കാം. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർ അതിനൊക്കെ വളരെ അവെയർ ആണ്. സത്യത്തില് എല്ലാം അറിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ പക്ഷെ എന്നിട്ടും അറിയാത്ത കുറച്ച് കുട്ടികൾ എന്താ പറയാ മെഡിക്കൽ ഫീൽഡ് എടുക്കാൻ വേണ്ടി ബാംഗ്ലൂർ വന്ന് പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കൂടി എടുക്കണം എന്നുള്ളൊരു ഏകദേശം ഒരു മെന്റാലിറ്റിയിലോട്ട് എത്തി. അതുകൊണ്ട് ഞാൻ വീഡിയോ ഉണ്ടാക്കിയത് തന്നെ കേട്ടോ. നൈറ്റ് ഡ്യൂട്ടികൾ വരുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ടുള്ള നൈറ്റ് ഡ്യൂട്ടികൾ ഉണ്ട്. സത്യം പറഞ്ഞാൽ വർക്ക് പ്രഷർ മെഡിക്കൽ ഫീൽഡിനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ ഒരു വർക്ക് പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സൈഡിൽ നിന്ന് മാത്രമല്ല, പല ഏരിയാസിൽ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഒരുപാട് എന്താ പറയാ ആളുകൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ ഓവർകം ചെയ്ത് പോകാൻ പറ്റുകയാണെങ്കിൽ മാത്രം മെന്റലി ആൻഡ് ഫിസിക്കലി നമ്മൾ ഓക്കെ ആയിരിക്കണം ഒരു മെഡിക്കൽ ഫീൽഡ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. പിന്നെ നിങ്ങൾ ഈ ആർക്കോ വേണ്ടി മെഡിക്കൽ ഫീൽഡ് എടുത്തിട്ട് കാര്യമില്ല കേട്ടോ. കാരണം നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഴ്സ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് ആ 4 വർഷം നമ്മൾ ആ കോളേജിൽ എങ്ങനെയാണ് എന്നല്ല നമ്മൾ നോക്കേണ്ടത്. പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് എന്താണെന്ന് നമ്മൾ മെയിൻ ആയിട്ട് നോക്കണ്ട. മനസ്സിലായോ? ആ വർക്കിൽ നമ്മൾ എങ്ങനെയാണ്, ഫുൾ ടൈം ഹാപ്പിനെസ് ആണോ, അല്ലെങ്കിൽ നമുക്ക് അത് ഓക്കെ ആണോ, നമ്മളെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് മാത്രമേ നമുക്ക് എന്താ പറയാ ആ ഒരു കോഴ്സ് നമ്മൾ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരുപാട് ഏജൻസീസ് അവരെ മെന്റലി ഒരുപാട് തട്ടിപ്പ് ചെയ്യുന്നുണ്ട് സത്യത്തില്. നിങ്ങൾക്ക് അവർക്ക് സീറ്റ് ചിലപ്പോൾ ഇത്ര സീറ്റ് റേഡിയോളജിക്ക് 20 സീറ്റ് എന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ആ 20 പിള്ളേർ ആ സീറ്റിൽ നിറയ്ക്കണം എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ ആ കുട്ടികളുടെ പാഷൻ എന്താ നോക്കിയിട്ടല്ല ആ സീറ്റ് ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൊന്നും നിങ്ങൾ പോയി ചാടരുത്. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അത് നിങ്ങൾ ചോദിച്ചു മേടിക്കുക. എന്നിട്ട് ഞാൻ ഏജൻസി വഴി പോകരുത് എന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ മെഡിക്കൽ ഫീൽഡിൽ മാത്രമൊന്നുമല്ല, നമ്മൾ +2 കഴിഞ്ഞ് നമ്മൾ ഏതൊരു കോഴ്സിലോട്ട് പോകുമ്പോഴും അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് മെഡിക്കൽ ഫീൽഡ് സംസാരിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കത് നല്ലപോലെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ്. എനിക്ക് ഒട്ടും ഞാൻ ഇഷ്ടപ്പെട്ടെടുത്തൊരു കോഴ്സ് അല്ല. അതുകൊണ്ടാണ് അതുപോലെ പെടരുതെന്ന് കരുതിയിട്ടാണ് ഞാൻ നിങ്ങളോടും കൂടെ ഒന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എന്തെടുക്കുകയാണെങ്കിലും നിങ്ങളോട് തന്നെ ഒന്ന് ചോദിക്കാം, നിങ്ങൾക്ക് അത് ഇഷ്ടമാണോ, നിങ്ങളത് ചെയ്യുവോ. ഈ ഫോൺ എന്ന് പറഞ്ഞ സാധനം എന്തിനാ, റീൽസ് മാത്രം കാണാനല്ലല്ലോ. നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളും ChatGPT ആയിക്കോട്ടെ, ജെമിനി, ഗൂഗിളിൽ, യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ മാക്സിമം സെർച്ച് ചെയ്തിട്ട് പെട്ടെന്ന് എടുത്തു ചാടി ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാതെ കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിൽ കൂടെ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കിയിട്ട് ആ കോഴ്സ് തിരഞ്ഞെടുക്കണം. പിന്നെ നിങ്ങൾക്ക് തോന്നും കുഴപ്പമില്ല 2 വർഷം നാട്ടിൽ നിന്നിട്ട് പിന്നെ പുറത്ത് പോയിക്കുന്ന ലൈഫ് സെറ്റിൽ ആവുമല്ലോ എന്നൊക്കെ തോന്നും. പക്ഷെ ആ 2 വർഷം നിങ്ങൾ അനുഭവിക്കുന്ന വർക്ക് പ്രഷർ എന്ന് പറയുന്നത് നിങ്ങൾ സത്യം പറയുകയാണെങ്കിൽ മടുത്തു പോകും പിള്ളേരെ. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, അത്രയും മടുത്തു പോകും. അപ്പൊ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളൊരു ഏറ്റവും വലിയൊരു എന്താ പറയാ ഒരു ഉപദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മെഡിക്കൽ ഫീൽഡ് ഞാൻ പറഞ്ഞു ബാംഗ്ലൂർ ഒന്ന് പഠിക്കാൻ വേണ്ടി ആരും മെഡിക്കൽ ഫീൽഡ് ചൂസ് ചെയ്യരുത്. നിങ്ങൾക്ക് ബാംഗ്ലൂർ ഒന്ന് പഠിക്കാം, ബട്ട് നിങ്ങൾക്ക് ഏത് കോഴ്സാണ് ഇഷ്ടം, നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് ഇഷ്ടം, ആ പാഷൻ അനുസരിച്ച് മുന്നോട്ട് പോയി നിങ്ങളൊരു കോഴ്സ് ഡിസൈഡ് ചെയ്യാന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.
സോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ലോങ് വീഡിയോ. പിന്നെ പാലക്കാടത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞാൽ വളരെ ചൂടാണ്. എന്താ പറയാ, ഇങ്ങനെ ജീവിച്ചു പോകുന്ന അറിയില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവരും ഇവിടെ ചുട്ടുപൊള്ളി ചത്തു പോകാനുള്ള ചാൻസസ് വരെ കൂടുതലാട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ ഫാൻ ഇട്ടു. ഫൈനലി ഞാൻ ഫാൻ ഇട്ടു, കാരണം ചൂട് സഹിക്കാൻ ഗൈസ്. അപ്പൊ പിന്നെ ഞാൻ ഫാൻ ഇട്ടു. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ലോങ് വീഡിയോസ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. ഞാൻ മാക്സിമം റിപ്ലൈ തരാൻ നോക്കാം. കിട്ടുന്നവർക്ക്, അതായത് കമന്റ് ഇടുന്നവർക്കൊക്കെ ഓൾമോസ്റ്റ് റിപ്ലൈ തരാൻ നോക്കാം. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സ് ഇട്ടാൽ മതി. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നമ്മളിപ്പോ 10K സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നിൽക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ഈച്ച് ആൻഡ് എവ്രി വൺ ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് ഓൾസോ യുവർ ലവ്. സോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൊടുത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ട് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും ബൈ.